നിന്റെ മട്ടും പാവം കണ്ടിട്ട് അവിടെ എന്തോ പ്രശ്നം ഉണ്ടാക്കിയിട്ട് വന്ന പോലെ ഉണ്ടല്ലോ. വന്നപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കേ നിന്നെ. അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ട് വന്നതാ നീ? എനിക്ക് അവിടെ മടുത്തു ഉമ്മ. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നതാണ്. ഇനി എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ആ, നിന്റെ ഇരിപ്പും മട്ടൊക്കെ കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നി അവിടെ എന്നും പ്രശ്നങ്ങളാണ് ഉമ്മ. ഞാൻ മടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. എന്നും തല്ലും അടിയും ബഹളം തന്നെയാണ്. എന്റെ ദേഹമൊക്കെ ഒന്ന് കണ്ടു നോക്ക്, മൊത്തം അടി കൊണ്ട് പാടാണ്. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഉമ്മാക്ക് അറിയണതല്ലേ എന്നെ. അത് പറഞ്ഞിട്ട് അവനൊരു തല്ലുമ്പോഴേക്ക് നീ ഇങ്ങോട്ട് ഇറങ്ങി വരെ വേണ്ടത്? ആ, അത് നന്നായി. ആണുങ്ങളാകുമ്പോ ദേഷ്യം വന്ന ഒന്ന് തല്ലിന്നൊക്കെ വരും. അപ്പോഴേക്കും ഇങ്ങനെ മുണ്ടുമ്പോഴേക്ക് തെറ്റും കൊണ്ട് ഇറങ്ങി വരാൻ നിന്നാലേ അതിനാ സമയം ഉണ്ടാവുള്ളൂ. അല്ല പിന്നെ കെട്ടിയനൊന്നും തല്ലിയെന്ന് പറയുമ്പോഴേക്കും അവള് കൂടും കുടിക്കെടുത്തും കൊണ്ട് ഇങ്ങോട്ട് ഓടിപ്പിടിച്ച് വന്നിക്കണം. നിനക്ക് അവിടെ ഒരു ഉമ്മള്ളതല്ലേ, നിനക്ക് അവനെങ്കിലും ഒന്ന് ആലോചിച്ചൂടെ? ഏഹ് ഉമ്മ, അതിന് അവരെല്ലാരും ഒറ്റക്കെട്ടാണ്. അവിടുത്തെ ഉമ്മാന് മുമ്പിലിട്ടിട്ടാണ് അതിനെ തല്ലണത്. എന്നിട്ട് ഒന്ന് പിടിച്ചു മാറ്റാനും കൂടി നിൽക്കില്ല ഉമ്മ. പിടിച്ചു മാറ്റുന്നത് പോട്ടെ, നോണയും കെണിയും പറഞ്ഞു കൊടുത്ത് പിരി കയറ്റുകയും ചെയ്യും. എടി, അതിന് ആണുങ്ങളാകുമ്പോ ഇത്തിരി അങ്ങനെയൊക്കെ ഉണ്ടാവും. കുറച്ച് ദേഷ്യം അരിശൊക്കെ ഉണ്ടാവും. അതിന്റെ പുറത്തായിരിക്കും അവരിങ്ങനെയൊക്കെ ചെയ്യുണ്ടാകുക. അപ്പൊ ആ സമയത്ത് നമ്മൾ പെണ്ണുങ്ങൾ ഇത്തിരി തരാതറ്റം പോലെ നിന്നാ മതി. ഇവിടെ വാപ്പാന്റെ സ്വഭാവം നിനക്ക് അറിയണതല്ലേ. വാപ്പ എന്നെ എന്തൊക്കെ പറയണോ, ഞാൻ എന്തെങ്കിലും മറുത്തൊരു വാക്ക് പറയാൻ നിൽക്കലുണ്ടോ? വാപ്പാന്റെ കയ്യിൽ നിന്ന് എത്ര തല്ലുകൊണ്ടിരിക്കണോ, അതിനൊക്കെ ഞാൻ ഇറങ്ങി പോകാൻ നിൽക്കുക ചെയ്യ ഇവിടുന്ന്. പിന്നെ നിന്റെ അമ്മായിമ്മന്റെ കാര്യം, അവരങ്ങനെ പ്രശ്നക്കാരിയായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ നീ ആ കണ്ണുകൊണ്ട് കാണുമ്പോ പിന്നെ അങ്ങനെയൊക്കെ തന്നെ തോന്നുള്ളൂ. നിനക്ക് ഇവിടുത്തെ വാപ്പാന്റെ ഉമ്മാനെ അറിയില്ലേ? ആ, ഓ, അതൊക്കെ നോക്കുമ്പോ ആ സ്ത്രീയൊക്കെ പഞ്ചപാവാണ്. പടച്ചോനെ, ആ തള്ള എന്നെ എന്തുമാത്രം പഴിയെടുത്തിക്കണു. അതിനൊന്നും കയ്യും കണക്കുമില്ല. എന്തായാലും അത്രയ്ക്കൊന്നും ഇല്ലല്ലോ. അപ്പൊ അതൊക്കെ അങ്ങോട്ട് കണ്ടില്ലേ കേട്ടില്ല, അവർക്ക് അങ്ങോട്ട് വിട്ടാ മതി. എനിക്ക് അവിടെ തീരെ പറ്റാത്തതുകൊണ്ടാണ് ഉമ്മ അങ്ങോട്ട് ഇറങ്ങി വന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വരില്ലായിരുന്നു. ഒരു പരിധി വരെയൊക്കെ ഞാൻ പിടിച്ചു നിൽക്കാൻ നോക്കി. എനിക്ക് അവിടെ പറ്റണില്ല അമ്മ. ഇനി ഞാൻ അവിടെ നിന്ന് പറഞ്ഞ അവര് തല്ലുകൊണ്ട് ചാവും. എനിക്ക് പേടിയമ്മ അങ്ങോട്ട് പോകാന്. പെണ്ണേ, നീ വെറുതെ വേണ്ടാത്തൊന്നും ആലോചിച്ച് കൂട്ടാൻ നിൽക്കണ്ടാട്ടോ. പിന്നെ അവര് നിന്നെ അങ്ങോട്ട് കൊല്ലാൻ പോവുകയല്ലേ നോക്കാം. ഒക്കെ നിന്റെ തോന്നലാണ്. തോന്നലൊന്നും അല്ല അമ്മ, ഉമ്മക്ക് പറഞ്ഞ മനസ്സിലാവാണ്ടാണ്. എനിക്ക് നിവൃത്തിയില്ലാണ്ട് ഇറങ്ങി വന്നതാണ്. എനിക്ക് അവിടെ പറ്റണില്ല അമ്മ. ഉമ്മക്കറിയോ ഞാൻ എത്ര ദിവസമായി നേരമാണ് ഭക്ഷണം കഴിച്ചിട്ട് എന്ന്. ചില സമയത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും അയാൾ വന്ന് തല്ലുക. എന്തിനാ തല്ലണമെന്നും കൂടി എനിക്കറിയില്ല. എനിക്ക് പേടിയമ്മ അയാളുടെ കൂടെ ജീവിക്കാന്. അയാൾക്ക് വേറെ പെണ്ണുങ്ങളൊക്കെ ആയിട്ട് ബന്ധമുണ്ടമ്മ. അതും കൂടി അറിഞ്ഞപ്പോ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. പിന്നെ വേറെ പെണ്ണുങ്ങളായിട്ട് ബന്ധം, അതൊക്കെ നിന്റെ തോന്നലാണ്. വെറുതെ ഇങ്ങനെ ഇത് ആലോചിച്ച് കൂട്ട് നീ. ഉമ്മാക്ക് എന്റെ വിഷമം പറയുമ്പോ മനസ്സിലാവണില്ല അല്ലെ? ഇല്ല, എനിക്ക് മനസ്സിലാവണില്ല. നീ എന്തിനുള്ള പുറപ്പാടാന്നുള്ളത് എനിക്ക് മനസ്സിലാവണില്ല. നീ ഇങ്ങോട്ട് നോക്ക്. നിനക്കേ 35 പവൻ തികച്ചും തന്നിട്ട് അവിടെ നിന്ന് കെട്ടിച്ചു വിട്ടിക്കുന്നത്. അതിന്റെ ബാധ്യത ഒന്നും ഇനിയും തീർന്നിട്ടില്ല. നിന്റെ വാപ്പ ഇപ്പളേ പഴയതുപോലെയൊന്നല്ല, വയസ്സ് കൂടി കൂടി വരികയാണ്. അത് മെല്ലെ ഇങ്ങനെ അരിച്ച് നടക്കണമെന്നുള്ളൂ. അതിന്റെ ബാധ്യതയൊക്കെ എങ്ങനെയെങ്കിലൊക്കെ തീർക്കാൻ നോക്കുമ്പോ മകള് ഇതാ തെറ്റും കൊണ്ട് കൂടും കളിക്കെടുത്തിട്ട് വീട്ടിൽ വന്ന് നിൽക്കണം. പിന്നെ ഞാനാണെന്നുണ്ടെങ്കിലോ ദിവസം ഭക്ഷണത്തിനെക്കാട്ടിലും കൂടുതൽ മരുന്നാണ് കഴിക്കുന്നത്. അങ്ങനെ കിടക്കണോ എന്റെ കാര്യം. ഇതിന്റെ ഇടയിൽ കൂടെ നീയും കൂടി വന്ന് നിന്നാലേ ചെലവൊക്കെ ആരെ നോക്കും പറഞ്ഞിട്ടാണ്. നീ എങ്ങനെയെങ്കിലും കുന്തിത്തള്ളി നീക്ക് ചെലവ് കഴിച്ചു കൂട്ടാന്ന് പറഞ്ഞാല് നമ്മുടെ രണ്ടാളിന്റെ കാലം കഴിഞ്ഞ പിന്നെ നിന്നെ ആര് നോക്കും പറഞ്ഞിട്ടാ? നീ എന്ത് ധൈര്യത്തിലാടി അവിടെ നിന്ന് ഇറങ്ങി വന്നത്? ഉമ്മ, ഞാൻ എന്തെങ്കിലും ജോലിക്ക് പോയിക്കോളാം. ഞാൻ ഇവിടെ നിൽക്കണേം കൊണ്ട് നിങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഉള്ള കഞ്ഞിയും കുടിച്ചിട്ട് ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഒതുങ്ങി കൂടാ. നീ ഇപ്പൊ തൽക്കാലം ഒരു കാര്യം ചെയ്യ്. വാപ്പ വരുമ്പോഴേക്കേ ഇവിടുന്ന് വേഗം പോകാൻ നോക്ക്. നീ അവിടുന്ന് തെറ്റിയിട്ട് വന്നിക്കെന്ന് പറഞ്ഞാലേ അത് മതി ആ മനുഷ്യന് അറ്റാക്ക് വരാന്. പടച്ചോനെ, തന്തയും തള്ളിനെ കൊന്നിട്ട് ഇവിടെ അടങ്ങുള്ളൂ തോന്നുന്നുണ്ട്. അല്ല, എന്നിട്ടിപ്പോ നീ എന്താ തീരുമാനിച്ചിരിക്കുന്നത്? ഇവിടെ തന്നെ നിൽക്കാനാ ഉദ്ദേശം? നിന്റെ ആങ്ങളുടെ കല്യാണേ ഏകദേശം ഉറച്ച പോലെ നിൽക്കുന്നത്. അപ്പൊ കെട്ടിക്കൊടുത്ത പെങ്ങള് തെറ്റിയും കൊണ്ട് വീട്ടിൽ വന്ന് നിൽക്കണെന്ന് പറഞ്ഞാല് അത് മതിയാ കല്യാണം മുടങ്ങാൻ. നീ നിന്റെ ആങ്ങളുടെ ജീവിതം കൂടി തുലയ്ക്കുവോ? എങ്ങനെ നടത്തിയ കല്യാണമായിരുന്നു? പരിസരത്തൊക്കെ ആൾക്കാർ പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു, സ്ത്രീ നല്ല ബന്ധം കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഇവരുടെ അടുത്തൊക്കെ ഞാൻ എന്താ പറയാ? തല പൊക്കി നടക്കാൻ പറ്റും നമുക്ക്? നല്ലൊരു ബന്ധം കിട്ടിയിട്ട് അവിടെ പിടിച്ചു നിൽക്കാൻ നോക്കാണ്ട് അവള് പ്രശ്നം ഉണ്ടാക്കിയിട്ട് വന്നിക്കപ്പോ അവിടെ. ഇവിടെ നിന്റെ സ്വഭാവം ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ. അത് അവിടെയും പോയപ്പോ എടുത്തിട്ടുണ്ടാവും. പെണ്ണുങ്ങളായാലേ കുറച്ച് താന്നു കൊടുക്കണം. ആണുങ്ങൾ പറയുന്നതിന്റെ ഒപ്പത്തിനൊപ്പം പറയാൻ നിന്നാലേ അവിടെ പ്രശ്നം ഉണ്ടാവുള്ളൂ. ഉമ്മ പേടിക്കണ്ടമ്മ, ഞാൻ തിരിച്ചു പോവുക. ഉമ്മ പറയണേലും കാര്യങ്ങളുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴേക്കും ഇറങ്ങി വരാൻ പാടില്ല. ഞാൻ അവിടെ നിൽക്കേണ്ട ആളല്ലേ. ഉമ്മ ഞാൻ അതൊന്നും ആലോചിച്ചിട്ട് ടെൻഷൻ ആവണ്ട. ഞാൻ അങ്ങോട്ട് തന്നെ പോവാ. ആ, ഇപ്പൊ നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? ആ,
അഞ്ഞ എന്റെ കുട്ടി സമാധാനമായിട്ട് അങ്ങോട്ട് പോകാൻ നോക്ക്. നമ്മൾ ഇത്തിരി കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണടച്ച് നിന്നാ മതി. അപ്പൊ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഒരാൾ ഇത്തിരി വിട്ടുവീഴ്ച ചെയ്യുമ്പോഴല്ലേ ആ കുടുംബ ബന്ധം നല്ല നിലയ്ക്ക് പോവുള്ളൂ. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണേ. ഇനിയിപ്പൊ എന്തായാലും വന്നതല്ലേ, ഇനി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ശേഷം സമാധാനമായിട്ട് പോയാൽ മതി. എന്നാലും അവൾക്ക് ഇത് എങ്ങനെ ചെയ്യാൻ തോന്നി? എങ്ങനെയുള്ള കുട്ടിയായിരുന്നു അവള്? നമ്മുടെ കുടുംബത്തിലുള്ള ആകെയുള്ള പെൺതേരിയല്ലായിരുന്നു. കണ്ണേ കരളെ പറഞ്ഞിട്ടല്ലേ നമ്മൾ അവളിനെ വളർത്തിയിട്ടുണ്ടായിരുന്നത്. അവളുടെ ഭർത്താവ് അവന്റെ വീട്ടുകാരായിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ള കാര്യം അവൾ നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? എന്റെ താത്ത, അവൾ ഒരാഴ്ച മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവൾ അവിടുത്തെ കുറെ കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു. അവനും അവന്റെ വീട്ടുകാരും കുറെ ഉപദ്രവിക്കുന്നുണ്ട് എന്നും അവൾക്ക് അവിടെ നിൽക്കാൻ പേടിയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ അതൊന്നും മനസ്സിലാക്കിയില്ല. അവള് നമ്മൾ കൊഞ്ചിച്ച് ലാളിച്ച് വളർത്തിയതല്ലേ. അപ്പൊ പെട്ടെന്ന് അവിടുത്തെ സാഹചര്യമായിട്ട് ഒത്തുപോകാൻ പറ്റാണ്ടായിരിക്കുന്ന ഞാൻ വിചാരിച്ചത്. പക്ഷെ അതിന് മാത്രം പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി എടുത്തില്ല. ഞാൻ അപ്പൊ അവളെ മനസ്സിലാക്കി എടുത്തെങ്കിൽ എന്റെ കുട്ടിക്ക് ഇങ്ങനെയൊന്നും വരില്ലായിരുന്നു. ഞാൻ എന്റെ പൊന്നു മോളെ മനസ്സിലാക്കിയില്ലല്ലോ താത്ത. മരണത്തേക്ക് എറിഞ്ഞു കൊടുത്ത മഹാഭാവിയായില്ലേ ഞാൻ. എടി, നീ എന്ത് പണിയാ കാണിച്ചത്? അവൾക്ക് അവിടെ നിൽക്കാൻ പറ്റാണ്ട് മനസ്സ് മടുത്തിട്ട് ഇറങ്ങി വന്നതായിരിക്കും പാവം. എന്നിട്ട് നമ്മുടെ അടുത്തൊന്നും ഒരു കാര്യം പറയാണ്ട് അവളുടെ വേഗം അവിടെ ഇറക്കി വിടുക വേണ്ട. നമ്മൾ അവളെ എത്ര ചെറിയ പ്രായത്തിൽ കെട്ടിക്കൊടുത്തതല്ലേ. അതിന്റെ പക്വത കുറവും കൊണ്ട് പറയായിരിക്കും എന്നാ ഞാൻ വിചാരിച്ചത്. പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വിട്ടാക്കി കൊടുക്കാതെ ഞാൻ വിചാരിച്ചുള്ളൂ. അല്ലാണ്ട് ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുമെന്ന് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചില്ല. അതിനും മാത്രം പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ഞാനും മനസ്സിലാക്കിയില്ല. എന്നാലും നീ എന്ത് പണിയാ നീ കാണിച്ചത്? നമ്മുടെ അടുത്തൊക്കെ ഇത്തിരി ദേഷ്യം വാശിയൊക്കെ അവൾ കാണിക്കുമെന്ന് പറഞ്ഞിട്ട് കെട്ടിക്കൊടുത്തവിടെ അതുപോലെയാണെന്ന് നീ വിചാരിച്ചത്? അവൾ എന്താ അത്രയ്ക്ക് പക്വത ഇല്ലാത്ത കുട്ടിയാണ്? സ്വന്തം വീട്ടിലല്ലേ അവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അന്യ വീട്ടിൽ കയറി പോണ സമയത്ത് അവർ എന്തുമാത്രം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് അവിടെ ജീവിക്കുന്നത്. അവൾക്ക് അവിടെ തീരെ നിൽക്കാൻ പറ്റാത്തോണ്ടല്ലടി അവൾ ഓടി വന്ന് നിന്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാകുക. അവളുടെ ഈ പ്രശ്നങ്ങളൊക്കെ കേൾക്കുമ്പോൾ നീ അവള് കൂടെ നിൽക്കുന്നു വിചാരിച്ചിട്ടുണ്ടാവും ആ പാവം. പെൺമക്കൾക്ക് അവർക്ക് എന്തെങ്കിലും വേദന വന്നാൽ അവന്റെ ഉമ്മാരല്ലേ ആശ്രയം. അവളുടെ അടുത്ത് ആ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചോദിച്ച് മനസ്സിലാക്കുന്നതിന് പകരം അവളിനെ വേദനിപ്പിച്ചുകൊണ്ട് ഇവിടുന്ന് ഇറക്കി വിടുക വേണ്ടത്. പാവം, എവിടെ ആശ്രയമില്ല എന്ന് കണ്ടപ്പോ അവൾക്ക് ഈ കടുങ്കൈ ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. പെൺമക്കളിനെ കെട്ടിച്ച് വിട്ടോടത്തുനിന്ന് തെറ്റിയിട്ട് സ്വന്തം വീട്ടിൽ വന്ന് നിന്നാല് നാട്ടുകാർ എന്ത് പറയും? ആൾക്കാരുടെ മുമ്പിൽ തല പൊക്കി നടക്കാൻ പറ്റുമോ എന്നുള്ള ചിന്തയുള്ള ഇഷ്ടംപോലെ ഉമ്മാരുണ്ട്. അങ്ങനെയുള്ള ഉമ്മാരുള്ളതുകൊണ്ട് എത്ര പെൺകുട്ടികളുടെ ജീവൻ അതുപോലെ പോയിക്കണെന്ന് അറിയോ നിനക്ക്? ഇപ്പൊ നാട്ടിലേക്ക് എന്തെങ്കിലും പോയോ? നിനക്ക് നിന്റെ കുട്ടിനെ നഷ്ടപ്പെട്ടില്ലേ? അത് വന്ന സമയത്ത് അതിനൊന്ന് ചേർത്ത് പിടിച്ചതാണെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കായിരുന്നോ? പാവം, അതിന് മനസ്സും എടുത്തിട്ടായിരിക്കും ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. ഈ കാര്യങ്ങളൊക്കെ അത് എൻ്റെ അടുത്ത് പറഞ്ഞതാണെങ്കിലോ